ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്ന സഫാരി പാർക്കിലേക്കാണ്. ഇതിനു മുന്നേ ഞാൻ സഫാരി വേൾഡിലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത്. സഫാരി വേൾഡ് സഫാരി പാർക്കും കൂടെ ചേർന്ന് ഏകദേശം 200 ഏക്കർ മേലെയുണ്ട് കേട്ടോ. അവിടെ തന്നെയുള്ള സഫാരി പാർക്കിലേക്കാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ മൃഗങ്ങളെ ഓപ്പൺ ആയിട്ട് മേയാൻ വിട്ടേക്കുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ കാണുന്നത് അവര് കൂട്ടിലും നമ്മൾ പുറത്തുമില്ല, ഇത് അവര് പുറത്തും അവര് സ്വസ്ഥതയോടെ ഇങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് രസം നടക്കുന്ന ഒരു പ്ലേസ് ആണ് ഇത് കേട്ടോ. അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് പ്രൈവറ്റ് വാഹനത്തിൽ പോകാം, അല്ലാതെ തന്നെ അവരുടെ ബസ് ഉണ്ട്, അത് ബുക്ക് ചെയ്ത് നമുക്ക് അവിടെ പോകാം കേട്ടോ. എപ്പോഴും അവരുടെ ഒരു സ്റ്റാഫ് ഇങ്ങനെ ജിപ്സിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും. അവിടെ നമുക്ക് ഇറങ്ങാൻ പാടില്ല, അവർക്കൊന്നും കൊടുക്കാനും പാടില്ല, സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ട് പോകാം. വണ്ടി വേണം നിർത്തിയിട്ട് പതി സ്ലോ ചെയ്തൊക്കെ കാണാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ പുറത്തിറങ്ങാൻ പാടില്ല. ഈ മരത്തുമേ ഇങ്ങനെ കയറിയിരിക്കുന്നത് ഇങ്ങനെ പൂമരം പൂത്ത പോലെ കാണുന്നത് കൊക്കുകളാണ് കേട്ടോ. കൊക്കിന്റെ തന്നെ പല വെറൈറ്റി ഇവിടെ കാണാനുണ്ട്. കൊക്കെന്നല്ല അതിന് പറയുന്നത്, വേറെ വേറെ പേരുകളുണ്ട്. എല്ലാത്തിന്റെ പേരും ഊരും നാളും എല്ലാം അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വായിച്ച് മനസ്സിലാക്കി പോവാം. അങ്ങനെ പല ഇനത്തിൽ പെട്ടതുണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ മരത്തിൽ കയറി ഇങ്ങനെ പൂമരം പൂത്ത പോലെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വീഡിയോയിൽ അധികം ഭംഗിയില്ല കേട്ടോ, പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ഇത് മാത്രമല്ല, ഇവിടെ സീബ്ര, ജിറാഫ്, ഒട്ടകം, കരടി, ഈ വിവിധതരം മാനിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ കാണ്ടാമൃഗം, ഒട്ടകപ്പക്ഷി, അങ്ങനെ അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എപ്പോഴും അവരുടെ ഒരു വണ്ടി ഉണ്ടാവും, അതാ കാണുന്ന വണ്ടിയെ. അത് അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചും അവര് ഇങ്ങനെ ഇങ്ങനെ പല സൈഡിലായിട്ട് കൊണ്ട് ഒരുമിച്ചും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് നമുക്ക് ഇങ്ങനെ പോവാം. സഫാരി വേൾഡിനുള്ളിൽ ജിറാഫിന് നമുക്ക് ഫുഡ് കൊടുക്കാൻ സാധിക്കും കേട്ടോ. ഈ കാണുന്ന ഏരിയയിലാണ് ജിറാഫ് വന്ന് നിൽക്കുക. ആ വീട് പോലെ കാണുന്നില്ലേ, എത്രയോ ബാത്ത് കൊടുത്താൽ നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതിലൂടെ നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സഫാരി പാർക്കിനുള്ളിൽ കയറിയാലും നമുക്കിത് കൊടുക്കാൻ പറ്റൂല. അവിടെയാണ് അതിനുള്ള ഓപ്ഷൻ ഉള്ളത്. കരടിയെ മാത്രം സെപ്പറേറ്റ് ഒരു കമ്പിയൊലയ്ക്ക് ഉള്ളിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. കാട്ടിലെ ഏറ്റവും അപകടം പിടിച്ച ജീവിയല്ലേ കരടി. അപ്പൊ അതിന് മനുഷ്യന്മാരെയൊക്കെ കാണുമ്പോൾ ആക്രമിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും വലിയൊരു കമ്പിയൊലയ്ക്കുള്ളിലാണ് കേട്ടോ അതിനിട്ടേക്കുന്നത്. ഇതൊക്കെയായിരുന്നു സഫാരി പാർക്കിലെ കാഴ്ചകൾ. തീർച്ചയായിട്ടും നിങ്ങൾ തായ്ലൻഡ് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ് കേട്ടോ സഫാരി വേൾഡ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ പോയത് ഒന്ന് സ്ട്രീറ്റ് ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ പോയത് ഇന്ത്യൻ മാളിലേക്കാണ്. അവിടെ ഒരു വലിയൊരു ഇന്ത്യൻ മാളുണ്ട്. അവിടെ അധികം ഷോപ്പുള്ളത് ഇന്ത്യക്കാർക്കാണ് കേട്ടോ. മുംബൈയിൽ നിന്നൊക്കെ ഉള്ളവരാണ് അവിടെ ഷോപ്പ് ഇട്ടേക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ മുന്നേ നേരത്തെ പോകാൻ ഞങ്ങൾ ചെന്നപ്പോൾ താമസിച്ചു പോയിട്ടോ. അപ്പോഴേക്കും അവർ ക്ലോസ് ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. പിന്നെ ഫിക്സഡ് പ്രൈസ് ആണ് കേട്ടോ, ബാർഗെയിൻ ചെയ്തൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല. എല്ലാം ഫിക്സഡ് പ്രൈസ് ഒക്കെ തന്നെയാണ്. പിന്നെ അവിടെയുള്ള സ്ട്രീറ്റിലേക്ക് പോയി കേട്ടോ, അവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റും കേട്ടോ. നമ്മുടെ മിഠായി തെരുവൊക്കെ പോലുള്ള സ്ട്രീറ്റ് ആണ്. അപ്പം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നതിന് ശേഷം നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി കേട്ടോ. ഇതൊക്കെയാണ് സഫാരി പാർക്കിലെ കാഴ്ചകൾ.
ഇതിന് മുന്നേയും തായ്ലൻഡ് വ്ളോഗ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്.